ബിനു ചേട്ടന്റെ ഫോർച്യൂണർ. എത്ര നാളായി ചേട്ടാ വണ്ടി എടുത്തിട്ട്? 2018 വണ്ടി എടുത്തു. 2018 വണ്ടി എടുത്തിട്ട് ഈ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾ കോഴിക്കോട് നിന്നൊരു ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വെളുപ്പിന് ഇവിടെ വന്ന് കോഴിക്കോട് വന്ന് ചാടുമ്പോൾ ആലുവ വന്ന് ചാടുമ്പോഴേ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുക, നോക്കി നിൽക്കുമ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പിള്ളേരെ എടുത്തിട്ട് ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ വണ്ടിയുടെ ഗ്ലാസ്സില്ലേ, ഗ്ലാസിൻ്റെ ഒപ്പം വെള്ളം ഇങ്ങനെ. അപ്പോൾ ഈ വണ്ടി ആ വെള്ളത്തീക്കട ഓടിച്ച് ഞാൻ ആലുവ പാസ് ചെയ്ത് പോയി. അന്നേരം വല്ല കല്ലോ വല്ല തടിയോ എങ്ങാനും മറ്റേ വെള്ളത്തിൻ്റെ അടിയിൽ കിടപ്പുണ്ടെങ്കിൽ അവിടെ ബ്ലോക്കായാൽ നിന്നു പോവും. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവൻ, അതുകൊണ്ട് നമ്മുടെ ഒരു മൂത്ത മോനെ കാണുന്ന ഒരു ലാഘവത്തോടെ ഞാൻ എൻ്റെ വണ്ടി ഫോർച്യൂണറിനെ കാണണേ. 4 വീലുള്ള മൂത്ത മോൻ. അങ്ങനെ ഇപ്പൊ 4 മക്കളാണല്ലേ? 4 ഇവൻ 5-ാമൻ. അത് 5 മക്കളുള്ള ബിനുചേട്ടൻ. ബിനുചേട്ടാ 5 മക്കളുള്ള ബിനുചേട്ടൻ എന്ന് പറഞ്ഞാൽ അടുത്തത് സോഷ്യൽ മീഡിയയിൽ 5 മക്കളുള്ള ബിനുചേട്ടൻ എങ്ങനെ സാധിക്കുന്നു ഇവന് എന്നൊക്കെ വാർത്ത കളയും. 5 മക്കളില്ല കേട്ടോ, ഞാൻ എല്ലാത്തിനും മക്കളെ പോലെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിനുചേട്ടാ, നല്ല മഴ, നല്ല ഒരു ദിവസം, നല്ല അന്തരീക്ഷം, ഞാൻ വന്നു, നല്ലൊരു മൂഡ് ഓവറോൾ. ബിനുചേട്ടൻ ഒരു പാട്ട് പാടാൻ തോന്നുന്നില്ലേ? പിന്നെ എന്നാ പാടിക്കോ. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഇത് നാച്ചുറൽ വോയിസ് അല്ലേ മഴയുടെ. മഴയും പാടുന്നു, ചേട്ടനും പാടുന്നു. അടിപൊളി അടിപൊളി. സമ്മാനം തരാമെന്നാണോ? ഓക്കെ ചേട്ടാ, അപ്പം എനിക്ക് പോവാൻ സമയമായി. ഇനിയാണെങ്കിൽ എന്നെ ചേട്ടൻ അടിമാലി കൊണ്ടുപോകണം. കാരണം ബിനു അടിമാലി എന്ന് പറയുമ്പോൾ അടിമാലിയാണല്ലോ ഒരു ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചെറിയൊരു പ്ലാനിങ് ഓൾറെഡി ചെയ്ത് ചേച്ചിയും മക്കളും കൂടി ഇനി ജോയിൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പൊളിക്കാം. ഞാൻ കഴിവിന്റെ പരമാവധി അവനോട് പറഞ്ഞു, എടാ പോണ്ടാ മോനെ, അച്ചാക്ക് അവിടെ പോയിട്ട് അവിടത്തേക്ക് സിറ്റുവേഷനൊക്കെ അറിയാം. എന്നുവെച്ചാൽ നാടും വീടൊക്കെ വിട്ടു. പിന്നെ യാന്ത്രികമായ പഠനം എന്ന് പറഞ്ഞാൽ അവിടെ ജോലി എന്ന് പറഞ്ഞാൽ പക്ക ജോലിയായിരിക്കും. നമ്മൾ ഇവിടത്തെ കൂട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒരുപാട് ബുദ്ധിമുട്ടും. അച്ഛക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാം. നമുക്ക് വേണ്ട അച്ഛേ, എനിക്ക് അവിടെ പോകാൻ ആഗ്രഹം. അവൻ്റെ കൂട്ടുകാരൊക്കെ പോയിട്ട് പറയും. അപ്പം അതാ അവന് ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു പിന്നല്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമ്മൾ പൈസ അങ്ങനെ വലിയ കാര്യമായിട്ട് പൈസ ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല. എന്തിനധികം നമുക്ക് പട്ടിണി കിടക്കാതെ കുറച്ച് കുഴപ്പമില്ലാതൊക്കെയുള്ള സെറ്റപ്പ് മതി. ബാക്കിയൊക്കെ ദൈവം സെറ്റായിക്കോളും. എൻ്റെ ജീവിതത്തിൻ്റെ പിന്നെ അതിൻ്റെ സുഖമൊന്നും വേറെയല്ലേ. ഒരുപാട് കാശുണ്ടായി മറ്റുള്ളവരെ കാണിക്കുന്നു, അതിൻ്റെ സെറ്റപ്പ്, അത് നിലനിർത്താൻ വേണ്ടി പിന്നെ വേറെ സെറ്റപ്പ്.